ബംഗളൂരു സ്വദേശിയായ യുവതിയെ നിരീക്ഷിക്കാൻ ഗുജറാത്ത് മുൻ ആഭ്യന്തരമന്ത്രിയും ബി.ജെ.പി ജനറൽ സെക്രട്ടറിയുമായ അമിത് ഷാ ഗുജറാത്ത് പോലീസിലെ ഉന്നതരെ ഉപയോഗിച്ച സംഭവമാണ് വിവാദമായത്. ഇത് പൗരന്മാരുടെ വ്യക്തിസ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റമാണെന്ന് സി.പി.എം പോളിറ്റ് ബ്യൂറോ അംഗം സീതാറാം യെച്ചൂരി പറഞ്ഞു. ഇത്തരം ഇടപെടലുകൾ നിയമവിരുദ്ധമാണെന്നും അങ്ങനെയുണ്ടായിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടികൾ കൈക്കൊള്ളണമെന്നും യെച്ചൂരി പറഞ്ഞു. These constitute, in our opinion, a very grave transgression of the personal liberties, and this is something that cannot be allowed in a civilized society. മാതാപിതാക്കളുടെ അനുമതിയോടെയാണെങ്കിലും ഒരു സ്ത്രീയുടെ സ്വകാര്യതയിൽ ഇടപെടാൻ ഒരു ജനപ്രതിനിധിക്കും അധികാരമില്ലെന്ന് കേന്ദ്രമന്ത്രി ജയന്തി നടരാജൻ പറഞ്ഞു. രാജ്യത്തെ സ്ത്രീകളുടെയും യുവജനങ്ങളുടെയും സുരക്ഷയാണ് ചോദ്യം ചെയ്യപ്പെടുന്നതെന്നും ജയന്തി നടരാജൻ പറഞ്ഞു. To infringe upon the privacy of a young girl, even if it was at the request of the father, are the women of this country safe? Are the youth of this country safe? അതേസമയം കോൺഗ്രസ് പ്രശ്നത്തെ വഴിതിരിച്ചുവിടുകയാണെന്ന് ബി.ജെ.പി വക്താവ് മീനാക്ഷി ലേഖി പ്രതികരിച്ചു. കോൺഗ്രസും കോബ്ര പോസ്റ്റും ടെലിഗ്രാഫ് ആക്ട് ലംഘിക്കുകയാണെന്നും മീനാക്ഷി ലേഖി പറഞ്ഞു. This is very much in tune with the character of the Congress party to twist and turn and fabricate issues, to fabricate the details. ഗുജറാത്തിലെ IPS ഓഫീസർ GL സിംഘാൾ CBIക്ക് കൈമാറിയ ശബ്ദരേഖയിലാണ് അമിത് ഷാ ഒരു യുവതിയെ രഹസ്യമായി നിരീക്ഷിക്കാൻ പോലീസിനെ നിയമവിരുദ്ധമായി ഉപയോഗപ്പെടുത്തിയത് പുറത്തായത്. ന്യൂസ് ഡെസ്ക് മീഡിയ 1.